First of all, we are going to discuss about speed of sound in a gas. Newton assumed that when sound propagates in air, the formation of compression and rarefaction takes place in very slow manner so that the process is isothermal in nature. സൗണ്ടിൻ്റെ പ്രൊപ്പഗേഷൻ വി നോ കംപ്രഷൻ്റെയും റെയർഫാക്ഷനും ഫോർമേഷനോട് കൂടിയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ന്യൂട്ടൺ അസ്യൂം ചെയ്തു അതൊരു ഐസോതെർമൽ പ്രോസസ്സാണ്. നമുക്കറിയാം ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ പി വി ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് പി വി ഈസ് ഈക്വൽ ടു മ്യൂ ആർ ടി. മ്യൂ കോൺസ്റ്റൻറ്റ്, ആർ കോൺസ്റ്റൻറ്റ്, ടി കോൺസ്റ്റൻറ്റ്. സോ പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. Taking derivatives, derivative of PV is equal to derivative of constant. That is derivative of PV is equal to 0. It can be written as P dV is equal to V dP. Derivatives എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം is equal to 0 or P dV is equal to minus P dP or P is equal to minus V dP by dV or P is equal to minus dP by dV by V. ഇത് ബൾക്ക് മോഡുലസിന് ഇക്വാലൻ്റ് ആണ്. സോ വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് ഗിവൺ ബൈ V is equal to root of P by rho. ബൾക്ക് മോഡുലസിന് പകരമായി P എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ന്യൂട്ടൺസ് ഫോർമുല V is equal to root of P by rho എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷേ when we calculate the velocity of sound in air at STP using the above formula, the obtained value is 280 meter per second. But the actual value, experimental value is 331 meter per second. Actually, എക്സ്പെരിമെൻ്റലി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ 331 മീറ്റർ പെർ സെക്കൻഡാണ് വെലോസിറ്റി ഓഫ് സൗണ്ട് നമുക്ക് കിട്ടുക. ഈ ഫോർമുല പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് 280 മീറ്റർ പെർ സെക്കൻഡ്. സോ ലാപ്ലേസ് കറക്റ്റഡ് ദിസ് പ്രോബ്ലം. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ലാപ്ലേസ് കറക്ഷൻ ഫോർ ന്യൂട്ടൺസ് ഫോർമുല. Laplace assumed that the process is adiabatic. For an adiabatic process, PV raised to gamma is a constant. And following the same procedure, taking derivatives. Following the steps, Laplace introduced the term gamma along with Newton's equation as V is equal to root of gamma P by rho. This is Laplace correction for Newton's formula and velocity of sound is given by V is equal to root of gamma P by rho. For air, gamma is equal to 7 by 5. Then, to estimate the speed of sound in air at STP, we get the value 331.3 meter per second. which agrees with the measured value. അങ്ങനെ ലാപ്ലേസ് ഇക്വേഷൻ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മെഷേർഡ് വാല്യൂവിനോട് വളരെ അടുത്ത വാല്യൂ തന്നെ എക്സ്പെരിമെൻ്റലി നമുക്ക് കിട്ടി. 331.3 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ ഒരു വാല്യൂ തന്നെ കിട്ടി. നൗ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ്. ഒന്നിലധികം വേവ്സ് ഒരു മീഡിയത്തിലുണ്ടായാൽ അവയുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സം എന്താണെന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെൻ എ നമ്പർ ഓഫ് വേവ്സ് മീറ്റ് അറ്റ് എ പർട്ടിക്കുലർ പോയിൻ്റ് ഇൻ എ മീഡിയം, നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ദ പോയിൻ്റ് ഈസ് ദ ഓൾജിബ്രൈക് സം ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു ഈച്ച് വേവ്. ദാറ്റ് ഈസ് y is equal to y1 plus y2 plus y3 plus etc. That is yxt is equal to y1xt plus y2xt plus etc. ഓരോ വേവ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് y1, y2, y3 ഇങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഡിസ്പ്ലേസ്മെൻറ്റുകളുടെ ഓൾജിബ്രൈക് സം ആയിരിക്കും.
എന്നാണ് പറയുന്നത്. Consider two harmonic traveling waves on a stretched string, both having same frequency and same amplitude but with different initial phase. രണ്ട് ഫേസുള്ള ഹാർമോണിക് ട്രാവലിംഗ് വേവ്സ് അസ്യൂം ചെയ്യാം. സെയിം ഫ്രീക്വൻസിയും സെയിം ആംപ്ലിറ്റ്യൂഡ്. ഫസ്റ്റ് വണ്ണിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് y1 xt is equal to a sin kx minus omega t. Second one in the displacement is a sin kx minus omega t plus 5. Both are traveling along the positive x direction. പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് നെഗറ്റീവ് ഒമേഗ ടി എന്ന് വന്നത്. സപ്പോസ് ദേ മൂവ് സൈമൾട്ടേനിയസ്ലി ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ദെൻ ഇൻ്റർഫറൻസ് ഒക്കേഴ്സ്. ഒരേ ഡയറക്ഷനിൽ ആ വേവ്സ് പോകുന്നത് കൊണ്ട് അവ തമ്മിൽ ഇൻ്റർഫിയർ ചെയ്യും. അക്കോർഡിംഗ് ടു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ y is equal to y1 plus y2. So we can write y is equal to a sin kx minus omega t plus a sin kx minus omega t plus 5. So നമ്മൾ സൈൻ എ പ്ലസ് സൈൻ ബി ഇസ് ഈക്വൽ ടു 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 എന്ന ഇക്വേഷൻ അനുസരിച്ച് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് yxt is equal to 2a cos 5 by 2 sin kx minus omega t plus 5 by 2. This is also a traveling wave in the positive direction. ഇതും ഒരു ട്രാവലിംഗ് വേവ് തന്നെയാണ് പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് വിത്ത് ദ സെയിം ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. However, its initial phase angle is 5 by 2. ഫേസ് ആംഗിളിൽ ചേഞ്ച് ഉണ്ട്, അത് 5 by 2 ആയി മാറും. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻ വേവ്. ഈ പുതിയ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നേരത്തെ എ ആയിരുന്നു, ഇപ്പോൾ നമുക്ക് കിട്ടിയ ആംപ്ലിറ്റ്യൂഡ് ഈസ് 2a cos 5 by 2 ആണ്. ഇതിൻ്റെ സ്പെഷ്യൽ കേസസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് കേസ്, if phi is equal to 0, the waves are in phase. phi 0 ആണെങ്കിൽ രണ്ട് വേവ്സിനും ഫേസ് ഡിഫറൻസ് ഇല്ല. സോ yxt is equal to 2a cos 5 by 2 sin kx minus omega t plus 5 by 2. അപ്പോൾ ആ കേസിൽ ആംപ്ലിറ്റ്യൂഡ് ബിക്കംസ് 2a ആയി മാറും. 5 0 ആവുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് 2a ആയി മാറും, ഡബിളായി മാറും. ഫേസ് ഡിഫറൻസ് ഇല്ലെങ്കിൽ രണ്ടുപേരും ഇൻ്റർഫിയർ ചെയ്ത് ആംപ്ലിറ്റ്യൂഡ് ഡബിളായി മാറും. Then the resultant wave has the amplitude 2a, the largest possible value for a. This is the constructive interference. രണ്ട് വേവ്സും കൂടെ ഒന്ന് ചേർന്ന് ആംപ്ലിറ്റ്യൂഡ് മാക്സിമത്തിലേക്ക് എത്തുന്നു. ഇത്തരം ഇൻ്റർഫറൻസിനെ പറയുന്ന പേരാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. നെക്സ്റ്റ് ഈസ് ഇഫ് phi is equal to pi. അങ്ങനെ ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ദ വേവ്സ് ആർ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫേസ്. ആ ഒരു കേസിൽ ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 0. ദ റിസൾട്ടൻറ്റ് വേവ് ഹാസ് 0 ഡിസ്പ്ലേസ്മെൻറ്റ് എവരിവെയർ അറ്റ് ഓൾ ടൈംസ്. ദിസ് ഈസ് ദ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ വേവ് 1 പ്ലസ് വേവ് 2 ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കും. റിസൾട്ടൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡബിളായി, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. സെക്കൻഡ് വേവിൻ്റെ കേസിൽ ഔട്ട് ഓഫ് ഫേസ് ആയിട്ടാണ് വരുന്നത്. ഒന്നിൻ്റെ ക്രസ്റ്റും വേവ് 2വിൻ്റെ ട്രഫും കൂടിയാണ് ഇൻ്റർഫിയർ ചെയ്യുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് 0 ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത്തരം ഇൻ്റർഫറൻസിനെ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്നാണ് പറയുന്നത്.
വാട്ടർ വേവ്സിലൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ഒരു കേസ് അസ്യൂം ചെയ്യാവുന്നതാണ്.